ഇപ്പോഴും ഞാൻ ഓരോന്ന് ഓർക്കുകയാണ്. ഒന്നും മറക്കാത്ത അനുഭവങ്ങളാണ്. ഓരോ സ്ഥലത്തും ഓരോ ലൊക്കേഷനും ഓരോ സീനുകളും ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് മുകേഷിൻ്റെ ഓർമ്മയുണ്ടെങ്കിൽ എനിക്കൊന്നും മുകേഷ് തന്നെ പറയുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഞാൻ മോട്ടോർ സൈക്കിൾ അഭ്യാസിയായിട്ടാണ് സിനിമയിൽ ആദ്യം വന്നത്. ഇപ്പോഴും മോട്ടോർ സൈക്കിളിലുള്ള ഭ്രമമൊന്നും എനിക്ക് മാറിയിട്ടില്ല. ഒരു മോട്ടോർ സൈക്കിളിൻ്റെ അനുഭവമുണ്ട്. അത് മുകേഷ് കുറച്ചുകൂടെ നന്നായി പറയുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനത് എവിടെയോ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം കൊല്ലത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഭദ്രൻ, അദ്ദേഹം ഒരു ബുള്ളറ്റ് ബൈക്കിൽ ആ ഷൂട്ടിംഗ് സ്ഥലത്ത് വരും. അപ്പോഴും ബുള്ളറ്റ് കണ്ടു കഴിഞ്ഞാൽ മമ്മൂക്ക അതിനകത്ത് ആ പുത്തൂരിലൂടെ ഒരു റൗണ്ട് അടിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം എന്നെ കൂടെ വിളിച്ചു. അദ്ദേഹം എല്ലാ കാര്യത്തിനും ഭയങ്കര സ്പീഡാണ്, കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ഒക്കെ. അപ്പം ഞാൻ ചോദിച്ചു, മമ്മൂക്കയ്ക്ക് ഇതൊക്കെ ഓടിക്കാനൊക്കെ അറിയാവോ നല്ലതുപോലെ എന്ന് പറഞ്ഞു ഇങ്ങനെ ഇത് ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് എന്നെ മേള എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ തന്നെ KG ജോർജ് വിളിച്ചത്. അപ്പം ധൈര്യമായിട്ട് കയറിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം റൗണ്ട് അടിച്ചു, രണ്ടാമത്തെ ദിവസം റൗണ്ട് അടിച്ചു, മൂന്നാമത്തെ ദിവസം ഒരു വളവ് തിരിഞ്ഞപ്പോൾ ഒരു സൈക്കിളുകാരനുമായിട്ട് കൂട്ടിയിടിച്ച് താഴെ വീണു. അങ്ങനെയല്ല, അവിടെ റോഡ് പണിയാൻ വേണ്ടി മെറ്റലും ചരലും ഇട്ടിട്ടുണ്ടായിരുന്നു. ചരൽ കൊണ്ട് നിറയ്ക്കുന്നു. തിരിഞ്ഞു വന്ന വഴി ചരലിൻ്റെ പുറത്ത് കയറി സ്കിഡ് ചെയ്തിട്ട് വീണു. ഞാൻ ചാടി എഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ ചെറുതായിട്ടിങ്ങനെ മുറിഞ്ഞു. ചെറുതായിട്ടില്ല, ഒരു മുഖത്തിൻ്റെ ഏരിയ മുഴുവൻ മുറിഞ്ഞു. ഒന്നുമില്ല, ചെറിയൊരു മുറിവ്. പക്ഷെ ചോര വന്നു. കൊച്ചു കുട്ടികളെ പോലെ ഈ മോട്ടോർ ബൈക്കിന്റെ കണ്ണാടി ഉണ്ട്, ആ കണ്ണാടി നോക്കിയിട്ടാണ് പറയുന്നത്. ഈ ന്യൂഡൽഹിയിലെ GK നമുക്കെല്ലാം എത്ര 100 അപ്പോഴും വന്നിട്ടില്ല. പക്ഷേ അതിന് ശേഷം ഇദ്ദേഹം ഇങ്ങനെ ഭയങ്കര അതാണ് സെൻസിബിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ പല ഡയലോഗുകൾ പറയുമ്പോഴൊക്കെ എനിക്ക് ആ പുത്തൂരിലുള്ള ആ രംഗമാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹം എഴുന്നേറ്റിട്ട് പൊട്ടി കരയുകയാണ്. എനിക്കിനി അഭിനയിക്കാൻ പറ്റൂടാ, ഞാനൊരു സിനിമയിൽ എന്നെ എടുക്കൂടാ, എൻ്റെ മുഖം പോയടാ എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെയൊക്കെ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടും നോക്കിയിട്ടും മലയാളത്തിൻ്റെ ഈ പൗരുഷം പൊട്ടി കരയുകയാണ്. അപ്പോൾ ഓരോ ഗംഭീരമായ റോളുകൾ വരുമ്പോഴും തനിയാവർത്തനത്തിലെ ബാലഗോപാലിനെ കാണുമ്പോഴൊക്കെ ഞാൻ ഇരുന്നിങ്ങനെ ചിരിക്കുക. അപ്പോൾ എന്താ സീരിയസ് രംഗത്തല്ല, ഞാൻ വേറൊരു കാര്യം ഓർത്ത് ചിരിച്ചാണ്.